നമസ്കാരം. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങി കഴിഞ്ഞു. 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലൂടെയുള്ള അവലോകനങ്ങളും വിശകലനങ്ങളും നടക്കുകയാണ് പല സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ. ഭാരത് ലൈവും അതിൻ്റെ സംവാദ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആ സംവാദ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ വിശകലനങ്ങളും അവലോകനങ്ങളുമാണ്. എന്നോടൊപ്പമുള്ളത് എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടിയായിട്ടുള്ള ഷീല പിള്ള. നമസ്കാരം ഷീല. നമുക്ക് ഈ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ, അതായത് കേരളത്തിലെയാണ് നമ്മളിപ്പോൾ അവലോകനം ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഇന്ത്യയുടെ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ടത്. ആദ്യം നമ്മൾ ഈ 20 ലോക്സഭാ നിയോജക മണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത് തലസ്ഥാന നഗരമാണ്. മാത്രമല്ല ഈ തലസ്ഥാന നഗരത്തിന് വലിയ പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് താൻ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായൊരു മത്സരം. കോൺഗ്രസിന് കഴിഞ്ഞ 3 പ്രാവശ്യമായി ഹാട്രിക്ക് നേടിയ ഒരു മത്സരമാണ്. ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വിശ്വപൗരൻ MP ആയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ്. ഒപ്പം ഇപ്പോൾ 2024 തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ശശി തരൂരിനോടൊപ്പം അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദി നേരിട്ട് ഇവിടെ ഇറക്കിയിരിക്കുന്നു. അതാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം, താമര അടയാളത്തിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി. ഒപ്പം ജനകീയ മുഖമുള്ള പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥിയായി, ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. ഇങ്ങനെ 3 പേർ ചേർന്ന ഒരു വലിയ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ചാണ് നമുക്കിന്ന് വിശകലനം നടത്തേണ്ടത്. ചില ധാരണകളുണ്ടാകും. ആ ധാരണകളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പോക്കാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ട പ്രചരണം അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ശ്രീല മനസ്സിലാക്കിയ ഈ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? അത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ CPIMൻ്റെയോ അല്ലെങ്കിൽ CPIയുടെ ഇടതുമുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥിക്കാണ് മുൻഗണന ലഭിച്ചിട്ടുള്ളത്, ആരാണ് മുൻപിലെത്തിയിട്ടുള്ളത് എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ 1ാം ഘട്ട പ്രചരണം തന്നെ തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നൊരു പ്രശ്നം, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി കൂടിയായ മലയാളിയായ ഒരാൾ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം BJPക്ക് ശക്തമായ വേരോട്ടം തന്നെയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ കുറേ കാലങ്ങളായി കൃത്യമായ വോട്ട് ബാങ്കുമായി, ഒരു സമയത്തും അധികം ചോർന്നു പോകാത്ത വോട്ട് ബാങ്കുമായി ഇങ്ങനെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖറെ കൂടി ഇറക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥികളെക്കാൾ മികച്ചൊരാൾ, അതായത് ശശി തരൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂരിൻ്റെ ഇമേജ്, വിശ്വപൗരൻ എന്ന ഇമേജ്, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഫ്ലുവൻസി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഇത്രയും കാലം ഗുണകരമായി മണ്ഡലം അദ്ദേഹത്തെ കൂടുതൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ച, വിദേശത്തൊക്കെ പോയി പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരെ നേരത്തെയും തിരുവനന്തപുരം മണ്ഡലം VK കൃഷ്ണമേനോനിലൊക്കെ നമുക്കറിയാം മണ്ഡലത്തിൽ വന്ന് ചേർന്ന് അതേപോലെ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. ആ ഒരു വിശ്വാസമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരത്ത്. കഴിഞ്ഞ 15 വർഷമായി 3ാമത്തെ ടേമാണ് അദ്ദേഹം. ഇനി 4ാം ഊഴത്തിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 15 വർഷങ്ങളായി അദ്ദേഹത്തിന് പറ്റുന്നൊരു സ്ഥാനാർത്ഥി, ഒരു പക്ഷേ അദ്ദേഹത്തിനേക്കാൾ ഉപരി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. O രാജഗോപാൽ അടക്കമുള്ളവർ 2ാം സ്ഥാനത്തേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയും 15,000 ഒക്കെ ആക്കി നിലനിർത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അപ്പോൾ പോലും വിജയത്തിലേക്ക് എത്താൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇത്തവണ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദി നേരിട്ട് ഇവിടേക്ക് ഇറക്കിയത്. ആദ്യഘട്ടത്തിൽ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നപ്പോൾ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുതരും, ആ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചോളും, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും നടത്തണ്ട എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്തെ എത്ര പ്രാധാന്യത്തോടെയാണ് BJP നോക്കിക്കാണുന്നത്, BJPയുടെ കേന്ദ്ര നേതൃത്വം നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി നോക്കിക്കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര തന്നെ പ്രാഗൽഭ്യമുള്ള ഒരു സ്ഥാനാർത്ഥി, ശശി തരൂരിനൊപ്പം മലയാളിയായ കേന്ദ്രമന്ത്രിയായ ശശി തരൂരിനെ പോലെ ഭാഷ ഉപയോഗിക്കാൻ ഫ്ലുവൻസിയുള്ള, കൈവച്ച മേഖലകളിലെല്ലാം വിജയം കൈവരിച്ച, ഒരു പക്ഷേ ശശി തരൂരിനേക്കാൾ മികച്ച വിജയങ്ങൾ, ശശി തരൂർ വിശ്വപൗരനാണ്, UN ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വന്തമായി ഒരു സ്ഥാപനം പോലും ഇംപ്ലിമെന്റ് ചെയ്ത് അങ്ങനത്തുള്ള ചില സ്ഥാപനങ്ങളുടെ കൂടി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിൽ കൂടി ഈ ഭാഷ പറഞ്ഞ് വെറുതെ നടന്ന് വിശ്വപൗരൻ എന്ന ഇമേജുമായി നടക്കലല്ല, അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ട സെക്ടറുകളിൽ അദ്ദേഹം വളരെ ഭംഗിയായി അത് നിർവഹിച്ചു കൊണ്ടുപോയ ഒരാളെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ഏവർക്കും, എനിക്ക് പോലും ഉണ്ടായിരുന്ന ഒരു ആശങ്ക, എങ്ങനെയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ എത്ര സുപരിചിതനായി മാറാൻ കഴിയുക എന്നുള്ളത്. ശശി തരൂരിന്റെ അതൊരു സംഭവമായിരുന്നല്ലോ ആദ്യമായത്. അതായത് ഈ അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാദം. അത് കോൺഗ്രസും പ്രതിപക്ഷവും CPM ഒപ്പം തന്നെ ചിലപ്പോൾ BJPയിലെ ചില നേതാക്കളും ഒക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. കാരണം ചില കാരണങ്ങൾ അതിനകത്തുണ്ട് താനും.
പക്ഷേ എങ്കിലും മോദി നേരിട്ട് കൊണ്ടുവരുന്നത് സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞത് അതിന് ശേഷമാണ്. ജനാഭിപ്രായത്തിൽ മുമ്പിലെത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അത് അവസാനിക്കുകയാണ്, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. ഇനി കുറച്ച് നാളുകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഒന്നാം ഘട്ട പ്രചരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം ഏറ്റവും മുന്നിലേക്ക് എത്തപ്പെടുകയും ഇപ്പോൾ ശ്രീ പറഞ്ഞതുപോലെ ഒരു ജനകീയ മുഖമായി മാറുകയും ചെയ്യുന്നു. ഉണ്ടായിരുന്ന പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോലും അപ്രത്യക്ഷനാവുകയും ശശി തരൂർ എന്ന വളരെ കോൺഫിഡൻസോടുകൂടി ആദ്യഘട്ടത്തിൽ നിന്ന് ശശി തരൂരിന്റെ കോൺഫിഡൻസ് തകരുകയും ചെയ്തിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ മുൻപന്തിയിൽ തന്നെ, വിജയമോ പരാജയമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒന്നാം ഘട്ടത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നു. മാത്രമല്ല ജനകീയനായ ഒരു നേതാവിനെ പോലെ അദ്ദേഹം എവിടെ ചെന്നാലും അവിടെ കുറെ കാലങ്ങളായി തിരുവനന്തപുരത്ത് അഡ്രസ്സ് ചെയ്യപ്പെടാതിരുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ സ്ത്രീകൾ അടക്കമുള്ളവർ തങ്ങൾക്കിത് നടക്കും അല്ലെങ്കിൽ ഇനിയെല്ലാം ശരിയാകും എന്ന അദ്ദേഹത്തിന്റെ ആ സ്ലോഗൻ, അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ചെല്ലാൻ സാധിച്ചാൽ അതുപോലെ, അല്ലെങ്കിൽ ഏറ്റവും ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് സാധാരണക്കാരായ ജനങ്ങൾ ചെന്ന് വിഷമം പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ കാഴ്ചയാണിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിൽ പല സ്ഥലത്തും, അതായത് ജനങ്ങൾക്ക് പ്രാപ്യനായ ഒരാൾ ശ്രീ പറഞ്ഞ വളരെ ശ്രദ്ധയാണ്. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന ജനങ്ങളുടെ നേതാവ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവ്. കാരണം ജനങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന, വേണമെങ്കിൽ അദ്ദേഹത്തോട് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ശശി തരൂരോ അല്ലെങ്കിൽ അങ്ങനെ ആളെ അങ്ങനെ ഇതായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് ചിലപ്പോൾ കുറച്ച് അകലങ്ങളുണ്ട്. ജനത്തിന് പോലും ചിലപ്പോൾ എത്താൻ കഴിയും. ചിലപ്പോൾ കുറച്ചുകൂടെ ജനകീയനാവണമെന്ന് ശ്രമിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ശശി തരൂർ നമ്മൾ പറയുന്നത്, പക്ഷെ ആവുന്നില്ല. പക്ഷെ അവിടെയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഈ അപരിചിതത്വം നിറഞ്ഞ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വമെന്ന് രാജീവ് ചന്ദ്രശേഖറിനെ എഴുതിത്തള്ളാൻ ശ്രമിച്ച മാധ്യമങ്ങളടക്കം അതിനിടയിലേക്ക് ഒരു ജനകീയ മുഖമായി മാറാൻ കഴിഞ്ഞത് എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു തീരദേശ മേഖലകൾ. തീരദേശ മേഖലകളിലായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നത്. വളരെ ഭംഗിയായി അദ്ദേഹം അവിടെ നിന്ന് ഒരു ഉയർച്ചയായിരുന്നു. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ആ പരിഹാര നിർദ്ദേശങ്ങൾ അടക്കം അവിടെ വെച്ച് സ്പോട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് വിഴിഞ്ഞം ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അതിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. മറ്റൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ നഗര ഗ്രാമപ്രദേശങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു മേഖലയാണ് നമ്മുടെ തിരുവനന്തപുരം. അവിടെ ഈ നഗരത്തിൻ്റെ വലിയ ഭംഗിയിലും ഗ്രാമത്തിൻ്റെ അതിനേക്കാളിലുള്ള ഭംഗിയിലും ജീവിക്കുന്ന ജനങ്ങളുണ്ട്. പക്ഷേ ആ ജീവിത ശൈലികളിൽ മാറ്റങ്ങളുണ്ട്. ദാരിദ്ര്യ മേഖലയിൽ താഴെ കിടക്കുന്ന ഒരു വിഭാഗം, ഒരു വലിയ വിഭാഗം, അവർക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ല, തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥ. അങ്ങനെ അവരനുഭവിക്കുന്ന നിത്യദുരിതങ്ങൾ രാജീവിനോട് പറയാൻ കഴിയുന്നു എന്നുള്ള തലത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കേട്ടിരിക്കുവാനും നല്ലൊരു കേൾവിക്കാരനാകുവാനും അതിനകത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് കൊടുക്കുവാനും, ഒപ്പം തന്നെ ആ ഉറപ്പ് എന്ന് പറയുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്ന പോലുള്ള ഒരു ഉറപ്പ് കൊടുക്കുവാനും രാജീവിന് കഴിയുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. അത് ജനകീയനാവാനുള്ള ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പോയിന്റായിരുന്നു കാണേണ്ടത്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത്, കാരണം ഈ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൂടി ഇതിനകത്തുണ്ട്, അതുകൂടെ പറയേണ്ടതുണ്ട്. കാരണം ഈ വിളപ്പിശാല പോലുള്ള ഒരു ഭാഗത്ത് നിന്ന് അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ആ ജനങ്ങൾ കണ്ണീരോടുകൂടി പറയുകയാണ്, ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്, ആ രാഷ്ട്രീയക്കാരെല്ലാം ഇവിടെ വരുന്നുണ്ട്, വോട്ട് നേടിയതിനു ശേഷം മടങ്ങി പോകുന്നുണ്ട്, പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങൾ രാജീവിനോടും പറയുന്നുണ്ട്. നിങ്ങളും അത്തരത്തിലൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അത് കേൾക്കാൻ നിങ്ങൾ പറയൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണെങ്കിൽ എനിക്കൊരു അവസരം തരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിങ്ങളിവിടെ ഇപ്പോൾ കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണല്ലോ എന്നോട് പറയുന്നത്, ആ പ്രശ്നത്തിന് പരിഹാരം ഞാൻ ജയിച്ചു 3-ാം മാസം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ കഴിവുള്ളവനാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ശക്തമായൊരു ഉറപ്പാണ് രാജീവ് നൽകുന്നത്. അപ്പോൾ അവിടെ ജനങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമില്ല, ഒരു വീടില്ല, കുടിവെള്ളമില്ല, ഇതൊക്കെയാണ് പ്രശ്നം. ജയിച്ച് 3-ാം നാൾ നിങ്ങൾക്ക് MP ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുള്ള ജലവിഭവ സംവിധാനമാണ് അവിടെ ഒരുക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ലൈഫ് മിഷൻ പദ്ധതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് കൂടിയാലോചിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കിടക്കുവാനുള്ള ഒരു പാർപ്പിട സംവിധാനം ഉണ്ടാക്കുക. പക്ഷെ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പിണറായി വിജയൻ സർക്കാരിനോട് കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട്, ഇന്ന് വരെ ഞങ്ങളെ പറ്റിച്ചതല്ലാതെ ഇന്ന് വരെ ഞങ്ങൾക്ക് തലചായ്ക്കാനൊരു ഇടമോ ഒരു ഭൂമിയോ ഒരു തുണ്ട് ഭൂമിയോ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതായത് 3 സെൻറ്റ് ഭൂമി വേണമെന്നാണല്ലോ പറഞ്ഞത്, അതുപോലും ലഭിച്ചിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അവരോട് അവസാനം രാജീവ് പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി
ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ പാർപ്പിട ആവാസ് യോജന പദ്ധതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ഇദ്ദേഹത്തെ MP ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത്തരത്തിലൊരു സംവിധാനമാണ്. ഒരു പാർപ്പിടം ഉണ്ടാക്കാൻ പോകുന്നു, കിടക്കാനൊരു കൂര ഉണ്ടാക്കിത്തരാം എന്നുള്ള കൃത്യമായ ഉറപ്പാണ് നടത്തിയത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ, അതാണ് കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടാൻ രാജീവ് കാണിക്കുന്ന ഒരു ചാതുര്യം, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയും. അത് നമ്മളുടെ രാഷ്ട്രീയം പറഞ്ഞ അല്ലെങ്കിൽ രാജീവിനെ ഇവിടെ പുകഴ്ത്തി കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ജനകീയനാകുന്നത് ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം റോഡ് പണിയുമായി ബന്ധപ്പെട്ട്, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് തീർക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പണി തീരുന്നില്ല എന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് വഴുതക്കാട് മുതൽ ആൽത്തറ ജംഗ്ഷൻ വരെയുള്ള ഭാഗം. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ പോലും അത് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത രീതിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അത് എല്ലാ റോഡുകളും അടച്ച്, അശാസ്ത്രീയമായ രീതിയിൽ റോഡുകൾ പോലും അടച്ചു, മുഴുവൻ റോഡുകളും. ഏതെങ്കിലും സാധാരണഗതി റോഡ് പണി നടത്തേണ്ടെന്നല്ല, പക്ഷേ ഏതെങ്കിലും ഒരു വഴി അടയ്ക്കുമ്പോൾ മറ്റൊരു വഴി തുറന്നു കൊടുക്കണം. പക്ഷെ അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം ഒരു വഴി അവിടേക്ക് വൃത്തിയായി തുടർന്നു കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സത്യത്തിൽ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം കൂടുതൽ ജനകീയനാകുന്നു എന്നൊരു ബോധ്യം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ ഏറ്റവും കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടത്. സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷണത്തിന് കൈമാറി എന്ന് പറഞ്ഞെങ്കിലും CBI അന്വേഷണത്തിന് വേണ്ട പെർഫോമ റിപ്പോർട്ടോ ഒന്നും തന്നെ കൊടുത്തിരുന്നില്ല എന്ന സത്യം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിവരം എത്തിയപ്പോൾ വളരെ പെട്ടെന്ന് CBI ഇപ്പോൾ എത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ചിലരൊക്കെ ഫേസ്ബുക്കിലുമൊക്കെ എഴുതി കണ്ടവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹം പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിച്ച് നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ജനകീയനായി മാറാൻ കഴിഞ്ഞത്. നമുക്ക് ഇതുപോലൊരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആ ഗണത്തിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുള്ള, ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും കുറെ കൂടി എത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമ്മുടെ മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും. നമ്മൾ മറ്റൊരു കാര്യം, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചില സാധ്യതകളിലേക്കാണ്. മറ്റൊന്ന്, കഴിഞ്ഞ 3 ടേമിലായിട്ട് ഇവിടുത്തെ മുഖമാണ് ശശി തരൂർ. ശശി തരൂർ കഴിഞ്ഞ 15 വർഷക്കാലമായി അദ്ദേഹവും ഇതുപോലെയാണ് തീരദേശ മേഖലകളിലെ വോട്ട് നേടുന്നു, അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ വോട്ട് നേടുന്നു. അതൊക്കെയാണ് അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വോട്ട് ബാങ്കുകളിൽ നിന്നുള്ള വോട്ട് കൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷമൊക്കെ കിട്ടി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ജനകീയനാകുന്നതിന് മറ്റൊരു കാര്യമായി മാറിയത്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ വോട്ട് കൂടുതൽ നേടി അധികാരത്തിലെത്താൻ കഴിയുന്നത്, പലപ്പോഴും യുവാക്കളുടെ ഒരു വിഭാഗം നല്ല പിന്തുണ ശശി തരൂരിന് കൊടുത്തിരുന്നു. കഴിഞ്ഞ 3 പ്രാവശ്യം, ഇപ്രാവശ്യം അത് കൊടുക്കുമോ എന്നുള്ള കുറച്ചറിയില്ല. പക്ഷേ അത്തരത്തിലുണ്ടായതിൽ നിന്ന് സാധ്യതകൾ ഇല്ലാതായി തീരുന്നത് എന്തുകൊണ്ടാണ്? ശശി തരൂരിന് സാധ്യതകളില്ല എന്നുള്ള തരത്തിലേക്ക് പോകുന്നതെന്നോ, അതോ ഇപ്പോൾ സാധ്യത ഉണ്ടോ? ശശി തരൂരിന് സാധ്യതകൾ ഇല്ല എന്നല്ല, പക്ഷെ സാധ്യതകൾ മങ്ങുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സാധ്യതകൾ മങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് MP-മാരെ കൂടുതൽ ആവശ്യമുള്ളത്. ഇപ്പം എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് MP-യുടെ ആവശ്യം അത്ര കണ്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എലൈറ്റ് ക്ലാസ്സിനിടയിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ശശി തരൂർ. പക്ഷേ ആ എലൈറ്റ് ക്ലാസ്സിനിടയിലെ സ്വാധീനം ഇപ്പോൾ അതേപോലെ തന്നെ ഊട്ടി ഉറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനും കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ കുട്ടികളുടെ കാര്യം നോക്കുകയാണ്, ഒരു യുവതലമുറയുടെ കാര്യം നോക്കുകയാണ്. അവരെ സംബന്ധിച്ച് കേരളത്തിലെ ഈ ജോലിയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നും അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അവർക്ക് കൂടുതൽ പഠിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും മറ്റ് നല്ല ജോലികൾ ചെയ്യാനും ഒക്കെ അവർ ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ പോവുകയാണ്. അതിനുള്ള സംവിധാനമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടെക്നോളജി രംഗത്ത് ആദ്യം വന്ന ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. പക്ഷെ അതിന്റെ വികസനം എത്രമാത്രം സാധ്യമായി എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ബാക്കിയുള്ള നഗരങ്ങളിലൊക്കെ ഇതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വന്ന ടെക്നോ പാർക്കുകളൊക്കെ ടെക്നോ സിറ്റികളായി മാറി വലിയ വലിയ സംവിധാനങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി രംഗത്തെ അദ്ദേഹത്തിന് ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ സംഘടനയുടെ ഭാഗമായിരുന്നു. ബാംഗ്ലൂരിന്റെ ഒരു റിനോവേഷൻ കാലഘട്ടം, ബാംഗ്ലൂരിന്റെ റീകൺസ്ട്രക്ഷൻ കാലഘട്ടത്തിൽ വളരെ പ്രധാന പങ്കുവച്ച ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നറിയാം. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് സാധിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അത് ഗുണം ചെയ്യേണ്ടത് ഇവിടുത്തെ സാധാരണക്കാർക്കാണ്. ഈ സാധാരണക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണക്കാർ അവരുടെ ആശ്രയമായി രാജീവ് ചന്ദ്രശേഖരെ കണ്ടാൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ പത്രാസൊക്കെ കണ്ട് കഴിഞ്ഞ 3 തവണത്തെയും പോലെ വീണ്ടും തരൂരിനെ തിരഞ്ഞെടുത്താൽ
സത്യത്തിൽ എന്താണ് സംഭവിക്കുക? കാരണം എന്താ പറയുക ശ്രീ, ഇതുപോലെ നമ്മൾ ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം കഴിഞ്ഞ 2019 ഏകദേശം 99,989 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. അതെ, അതിനു മുമ്പ് അന്നത്തെ വോട്ട് ഒരു ബാങ്കോ അവരുടെ അന്നത്തെ ഒരു വോട്ട് പാറ്റേൺ നമ്മൾ നോക്കണം. അത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ഒരു കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കണക്കുകളോടെ ഒന്ന് നോക്കിയിട്ട് പോകാം. കാരണം ഈ അന്ന് നടന്നത് ഇപ്പോൾ ശശി തരൂർ അതിൻ്റെ ആ ഒരു വോട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം 2019 തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ നേടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ 4,16,131 വോട്ടുകളാണ്. അതായത് ഏകദേശം 41.19% വോട്ടുകളാണ്. ഒപ്പം അവിടെയാണ് കുമ്മനം രാജശേഖരൻ 3,16,142 വോട്ടുകൾ നേടിയിരിക്കുന്നത്. 99,989 വോട്ടിന്റെ ഭൂരിപക്ഷം. അന്ന് അവിടെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് മത്സരിച്ച CPI സ്ഥാനാർത്ഥി ശ്രീ ദിവാകരൻ നേടി 2,58,556 എന്നുള്ളതാണ്. അതായത് 4,16,000 2,58,58,000 എന്നുള്ള ഒരു അന്തരം നോക്കുക. ഏകദേശം 1,70,70,000 സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. പല ഘട്ടങ്ങളിലും CPI സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥലമാണ്. പിന്നെ എന്തുകൊണ്ടാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ 3ാം സ്ഥാനത്ത് പോകുന്നതെന്നുള്ളതിന്റെ ഒരു, അതായത് BJP വളർന്നു വരുമ്പോൾ തീർച്ചയായും ഇവിടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് CPI 3ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ ദിവാകരൻ പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കുമ്മനം രാജശേഖരൻ ജയിക്കുമോ എന്ന പേടിയിൽ ഈ BJPയുടെ വോട്ട് അവിടെ ആരായിരിക്കും CPM വോട്ട് മറിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. കാരണം അത് എനിക്ക് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക തോൽപ്പിക്കുക ഇവിടെയാണ് ഇപ്പോൾ ശ്രീ പറഞ്ഞ പോലെ 2014 ആ ഒരു ഇലക്ഷനിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. 2014 ഇലക്ഷനിൽ അന്ന് ശശി തരൂരിന് ലഭിച്ചത് 2,97,806 വോട്ടുകൾ. ഒപ്പം രാജഗോപാൽ 2,82,336 വോട്ടുകൾ, ഏകദേശം 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ബെനറ്റ് എബ്രഹാം നമ്മൾ പറയാം, അന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടായിരുന്നു, പേജ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ 2,48,941. ഇവർ 3 പേരും 3 ലക്ഷം കടന്നിട്ടില്ല. ഒരാളും 3 ലക്ഷത്തിലേക്ക് കൃത്യമായ വോട്ട് പിടിച്ചു എന്നുള്ളതിന്റെ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. കാരണം 34.09% ശശി തരൂർ പിടിക്കുന്നു, 32.32% രാജേട്ടൻ പിടിക്കുന്നു. മറ്റൊന്ന് ബെനറ്റ് എബ്രഹാം 28.50%. അപ്പോഴും അതിനകത്ത് ഏകദേശം 2.24% കുറവ് ബെനറ്റ് എബ്രഹാമിനുണ്ട് കിട്ടിയ വോട്ടുകളിൽ നിന്ന്. 10.20% കുറവ് ശശി തരൂരിനുണ്ട്. ഇവിടെ മനസ്സിലായില്ലേ? പക്ഷെ അവിടെ കൂടുതൽ കിട്ടിയിരിക്കുന്നത് 20.92% വർധന ഉണ്ടായിരിക്കുന്നത് രാജേട്ടൻ. അപ്പോൾ അതുകൊണ്ടാണ് 15,493 വോട്ടുകൾക്ക് 470 വോട്ടുകൾക്ക് ശശി തരൂർ ജയിക്കുന്നത് രണ്ടാമത്. അപ്പോൾ അന്ന് അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുമ്പോൾ വെറും 15,000 വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. അതിനു മുമ്പ് ഇതുപോലെ തന്നെ 2009 തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശശി തരൂർ 3,26,000 വോട്ടിലേക്ക് എത്തപ്പെടുന്നു. അന്ന് രാമേന്ദ്രൻ നായരാണ്, ലോഹിതദാസൻ നായരാണ്, മറ്റൊന്ന് PK കൃഷ്ണദാസ്. ഇങ്ങനെ ഒരു സംവിധാനമാണ് 2009 ഉണ്ടായിരുന്നത്. അതും അതിലേക്ക് പോകുമ്പോഴും അന്നും 2,26,000 നിൽക്കുന്നു ഈ P. രാമേന്ദ്രൻ നായർ എന്നുള്ളത്. അതിനുശേഷമുള്ളതിൽ അത് അന്ന് കൂടെ നിന്നിട്ട് മാറിയതുകൊണ്ടാണ്, നാടാർ അന്ന് മാറിയതുകൊണ്ടാണ് അദ്ദേഹം 86,000 വോട്ട് പിടിക്കുന്നു. കൃഷ്ണദാസ് അന്ന് പിടിച്ചത് 84,000 വോട്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ അന്ന് പക്ഷേ അത് 84,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2009 6.57% വർധനവ് BJPക്ക് ഉണ്ടായിട്ടുണ്ട് വോട്ട് ശതമാനത്തിൽ. അതുകൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഇങ്ങനെ ഒരു പാരമ്പര്യമായ വോട്ടിനപ്പുറം നമ്മൾ ഓരോ കാലഘട്ടത്തിലും BJP ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക്, വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും മറ്റുള്ളവർ വോട്ട് ഷെയർ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അവരുടെ വോട്ട് കൂടുകയാണ് ചെയ്യപ്പെടുന്നത്, ഒരിക്കലും 2014 തെരഞ്ഞെടുപ്പിൽ ഇവർ അപകടം മണത്തിട്ടുണ്ട്. കാരണം 15,000 വോട്ടെന്ന് പറയുന്നത് വലിയ. അപ്പൊ അടുത്ത തവണ അതിലും രാജഗോപാലിനെ പോലെ തന്നെ സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ കുമ്മനം മത്സരിക്കുമ്പോൾ വോട്ട് മറിക്കുകയല്ലാതെ, തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് മറിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗം അവർക്ക് മുന്നിലില്ല എന്നുള്ളത് കൊണ്ടാണ് വോട്ട് മറിച്ചത്. ഇത്തവണയും അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിന് പന്ന്യൻ രവീന്ദ്രനെ പോലെ ജനകീയനും ഇത്രയും പ്രായവുമുള്ള ഏറ്റവും മുതിർന്നൊരു നേതാവിനെ ഇവിടെ നിർത്തി വോട്ട് മറിക്കാൻ ശ്രമിക്കണോ എന്നുള്ള ചോദ്യം പോലും പ്രസക്തമാവുകയാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ ഈ വയസ്സുകാലത്ത് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാളെ
കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ശേഷം CPM വോട്ട് മാറ്റി ചെയ്യുന്നത് ഒരു ധാർമ്മികതയല്ല. അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നാണ് ഈ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ BJPയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം 1982 ശേഷം ഉണ്ടായിരുന്ന ഒരു വളർച്ചയുണ്ട് BJPക്ക്. കേരളവർമ്മ രാജയ്ക്ക് ശേഷം അദ്ദേഹം മത്സരത്തിന് ശേഷമാണ് ഹിന്ദു ഐക്യമുന്നണി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതിനുശേഷം ആ മുന്നണിയിൽ നിന്ന് മാറി BJPയിലേക്ക് എത്തപ്പെടുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2004, 2005 ആ കാലഘട്ടത്തിൽ വളരെ ചെറിയ വോട്ടിൽ, ചിലപ്പോൾ ഈ 2004 CKP ആണ് മത്സരിക്കുന്നത്. 2005 CKP മത്സരിക്കുമ്പോൾ അന്ന് ഏകദേശം 6 നമ്മൾ നേരത്തെ കൂടിയെന്ന് പറയപ്പെടുന്ന അത്രയും ശതമാനം വോട്ടും കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു, BJPക്ക് വോട്ട് കൂടുന്നു, വോട്ട് ഷെയർ മാറുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടാൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേടുന്നതിനേക്കാൾ അല്ലെങ്കിൽ നേടുന്നതിനൊപ്പം നിൽക്കുന്ന ഒരു തരത്തിലേക്ക് BJPക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മൾ സാധ്യതകളാണ് നോക്കേണ്ടത്. BJP നമുക്കൂടെ ഉയർത്തി കാണിച്ച് BJP ജയിക്കും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നല്ല നമുക്ക് നിലനിർത്തും. നമ്മൾ എന്തുകൊണ്ടാണ് അവിടേക്ക് എത്തപ്പെടുന്നത്? 2005 തൊട്ട് ഞാൻ അതാണ് പറഞ്ഞത്, 2005 തൊട്ടുള്ള മാറ്റം 2009 എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, 2009 നിന്ന് 2014 എത്തപ്പെടുമ്പോൾ മാറ്റം 19 അപ്പോൾ 2009 നിന്ന് 2014 2014 നിന്ന് 19 എത്തുമ്പോൾ ഈ 2014 ശ്രീ പറഞ്ഞ പോലെ ഒരു വലിയ അപകടം ഇവർ മണത്തിട്ടുണ്ട്, മറ്റുള്ള പാർട്ടിക്കാർ മണത്തിരുന്നു എന്നുള്ളതാണ്. അതായത് BJPക്ക് ഇത്രത്തോളം വോട്ടുകൾ കിട്ടുമെന്ന് മനസ്സിലാകത്തോണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത് CPIയുടെ മണ്ഡലമാണ്. CPIയും കോൺഗ്രസും നേരിട്ട് മത്സരിച്ച് ഒരാൾ മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഈ BJPയുടെ ഒരു വളർച്ച നമ്മൾ കണ്ടതെന്ന്. ഇപ്പൊ ഈ ചിലപ്പോൾ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലങ്ങൾ ഒന്നുകൂടി ആയി. അപ്പോൾ നമ്മളിപ്പോൾ സാധ്യതകൾ പറയുമ്പോൾ ഇന്നതാണ് സാധ്യത എന്നുള്ളതല്ലോ, സാധ്യതകൾ ഇതുകൂടിയാണ്. അപ്പോൾ വളർച്ചയുടെ ഒരു ഘട്ടം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെച്ചിട്ടെ, അതായത് നഗര ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തപ്പെടും. ശ്രീ പറഞ്ഞ പോലെ വളരെ ശരിയാണ്. നഗരങ്ങളിൽ ഇവരാരും ഇങ്ങനെ ഈ വോട്ടിനെ കുറിച്ചോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ കൂടുതൽ ചിന്തിക്കാറില്ല. പക്ഷേ ഗ്രാമപ്രദേശങ്ങൾ, നഗരങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവർ ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളത് കൊണ്ട് ശശി തരൂരിനെ തുറക്കുന്നുണ്ടാവും. പക്ഷെ അതിപ്പോ ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖറിനും ഗുണമാകാം. രാജീവ് ചന്ദ്രശേഖറും ആ വിഷയത്തിൽ ഒട്ടും മോശമല്ല. ഇംഗ്ലീഷ് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ അതാണ് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം ടെക്നോളജി വിഭാഗങ്ങളിലൊക്കെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ പറയുന്ന. അതിന്റെ ഒപ്പം ഈ ജനകീയത കൂടി വരുന്നത് കൊണ്ടാണ് അദ്ദേഹം ജയിക്കും എന്ന ഒരു സാധ്യത നമ്മളുടെ മുന്നിലേക്ക് തുറന്നിടുന്നത്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് 2014 തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിന് ലഭിച്ച വോട്ടുകൾ, അതിനുശേഷം അന്ന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 15,470. ആ 15,470 നിന്ന് 99,989 പറന്നു കയറുകയാണ് ചെയ്യപ്പെടുന്നത്. നഷ്ടമുണ്ടായിരിക്കുന്ന CPIക്കും ഒപ്പം തന്നെ നേട്ടമുണ്ടായിരിക്കുന്നത് BJPക്കുമാണ്. അതിനപ്പുറം വിജയിയായിട്ടുള്ള ശശി തരൂർ എപ്പോഴും 1,00,000-അടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നും 2024 എത്തുമ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, ഇപ്പോൾ ശ്രീ ആദ്യം സൂചിപ്പിച്ച പോലെ എന്തായിരിക്കും 2024 സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൽ 2024 ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശശി തരൂർ ഈ രംഗം വിടും എനിക്ക് തോന്നുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നുന്നുണ്ടാവും. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അലോസരം അദ്ദേഹത്തെ വല്ലാതെ ഇല്ലാതാക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോഴാണ് അദ്ദേഹം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം അദ്ദേഹം വേറൊരു സംവിധാനത്തിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. വിദ്യാഭ്യാസമുണ്ട്, ജയിക്കുമെന്ന കോൺഫിഡൻസ് ഉണ്ട്. സത്യത്തിൽ യഥാർത്ഥ മത്സരത്തിന്റെ പ്രതീതി ശശി തരൂരിലുണ്ടാവുന്ന, കാരണം ഒരു നേർക്ക് നേർ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ്. അതാണ് നേരത്തെ ഉണ്ടായിരുന്നപ്പോഴും. ഇപ്പോൾ O രാജഗോപാലാണെങ്കിലും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനാണെങ്കിലും ഒരു പതിഞ്ഞ പരിണതപ്രജ്ഞതയുള്ള ഒരു നേതാക്കളാണ്. പക്ഷെ ചടുലമായ ഒരു രീതിയിലേക്ക് വരാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടില്ല. ആ ചടുലമായ നീക്കം ശശി തരൂരിനെ ഡിഫൻസിലാക്കിയിട്ടുണ്ട്, അക്ഷരാർത്ഥത്തിൽ ഡിഫൻസിലാണ്. കാരണം അതിനുള്ള ഒരു ഒന്നാം ഘട്ട പ്രചരണത്തിൻ്റെ അവസാന സമയങ്ങളിൽ എത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് തൊട്ട് മുൻപാണ്, അല്ലെങ്കിൽ ആ ഒരാഴ്ചയുടെ സമയത്തിനാണ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കോൺഗ്രസ്സുകാരൊക്കെ നമ്മളാകെ പുറകിലായി പോയെന്ന് തോന്നലുണ്ടായത്. അതൊരു പക്ഷേ അദ്ദേഹത്തിനൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ വോട്ടുകൾ എനിക്ക് കിട്ടും, വിദ്യാഭ്യാസമുള്ളവരുടെ വോട്ടുകൾ കിട്ടും, കടലോര മേഖലയിലെ വോട്ടുകൾ കിട്ടും. അപ്പോൾ അവിടെയെല്ലാം ആ മേഖലകളെല്ലാം തകർത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട്. അവിടെയാണ് ശശി തരൂരിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത്. അവിടെയാണ് ഞാനും ഈ പറഞ്ഞ സാധ്യതകൾ എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയിരിക്കുന്നത് തീരദേശ മേഖലകളിൽ, വിഴിഞ്ഞം ഹാർബറിൽ, നാട്ടുപ്രദേശങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവരുടെ കുടിവെള്ള പ്രശ്നങ്ങൾ, പാർപ്പിട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും.
പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കൃത്യമായിട്ട് ഉറപ്പ് നൽകുന്നു. അങ്ങനെയാണ് ആ ഒരു ജനകീയ മുഖം ഉണ്ടായത് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേർ തീരദേശ മേഖലയിൽ നിന്ന് BJP-യിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഒരു ബൂത്ത് പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ തീരദേശ മേഖലയിൽ BJP-ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിരവധി പേർ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അത്തരത്തിലൊരു മാറ്റം കടലോര മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം എൻ്റെ വോട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ ഇനി ശശി തരൂരിന് കഴിയില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ കൂവി വിളിക്കുന്നതും ഷാളറിയുന്നതും ഒക്കെ കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. കോൺഗ്രസിനകത്തും ശശി തരൂരിന് അത്ര വലിയ ഒരു സ്വീകാര്യതയുള്ള നേതാവല്ല. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സീറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നെങ്കിലും വലിയ സ്വീകാര്യത കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അദ്ദേഹത്തിന് ശ്രീ അതെന്താ അറിയാമോ, ഈ കോൺഗ്രസിനകത്തെ ഒരു പ്രതിസന്ധിയുണ്ട്. അതായത് നമ്മൾ അതുകൂടി പറയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ശശി തരൂർ പരാജിതനാകുമെന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എങ്കിലും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ, അതായത് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ VD സതീശൻ വിഭാഗം, K സുധാകരൻ വിഭാഗം, രമേശ് ചെന്നിത്തല വിഭാഗം, മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ കൂടി കണ്ടുകൊണ്ടിട്ടുള്ള ഒരു വിഭാഗം, അങ്ങനെ K മുരളീധരൻ വിഭാഗം, ഇങ്ങനെ വലിയ വിഭാഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അധികാരമില്ലാത്ത ഒരു പാർട്ടിക്ക് ഒരിക്കലും തുടർന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ ചടുലമായി നടത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ പിന്നാക്കം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് എപ്പോഴും അധികാരം വേണം. അധികാരത്തിലുണ്ടെങ്കിൽ മാത്രം അവർ 5 വർഷം മാത്രമേ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കൂ പ്രതിപക്ഷമായിട്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിലേക്ക് എത്തപ്പെടും. ഇല്ലെങ്കിൽ അവർ വല്ലാതെ വിഷണരായി. ഒരു പക്ഷേ BJP-യുടെ ഒരു ഗുണവും അത് തന്നെയായിരിക്കും. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ കേഡർ സംവിധാനമുണ്ട്. ഇപ്പോൾ സ്ഥിരമായി ജനാധിപത്യ പ്രക്രിയ തോറ്റു വന്നിട്ടും സ്ഥിരമായി ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുകയും ഒന്നും ആശിക്കാതെ പ്രവർത്തിക്കാനുള്ള ഊർജമുള്ള ഒരു കൂട്ടം ആൾക്കാർ, അത് എനിക്ക് തോന്നുന്നത് ഈ RSS പോലൊരു സംഘടന, തീർച്ചയായും അതാണ് അതിന്റെ RSS പോലൊരു സംഘടനയുടെ കേഡർ സ്വഭാവം. അവർക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാണ്. തെരഞ്ഞെടുപ്പ് ഇലക്ഷനൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അവിടെയാണ് ശ്രീ പറഞ്ഞ കാര്യം. അതായത് അവരാരും ഒന്നും ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ, അവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട, അവർക്ക് MP ആവണ്ട, MLA ആവണ്ട, സംഘടനയ്ക്കാണ്. കോൺഗ്രസിൽ അതില്ല. കോൺഗ്രസിനോ CPM-നും ഒരുപക്ഷെ അത് നമുക്ക് പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഈ RSS-ന്റെ കേഡർ സംവിധാനം അല്ലാതെ BJP-കാരെല്ലാം ഈ പറഞ്ഞ പോലെ സാത്വികന്മാരാണെന്നൊന്നും എനിക്കില്ല. പക്ഷേ RSS എന്ന് പറയപ്പെടുന്ന സംഘടന അവർക്ക് ഒരിക്കലും അധികാര ഭ്രമമില്ല, അധികാരത്തിലേക്ക് എത്തണമെന്നുള്ള താല്പര്യമില്ല. പകരം അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് അവരെന്താണോ ഈ ഇപ്പോൾ ശ്രീ പറഞ്ഞ ഒരു വാചകമാണ് എൻ്റെ ഏറ്റവും വലിയ കറക്റ്റ്. കാരണം തോൽവി എത്രയൊക്കെ അറിഞ്ഞിട്ടും അവരതിൽ നിന്ന് പിന്നാക്കം പോകാൻ ശ്രമിക്കുന്നില്ല. അവർ മുന്നോക്കി വരണം. നമ്മൾ അത് വളരെ വലിയ സംഭവം. 91 CPM-നെ സംബന്ധിച്ച് പോലും അങ്ങനെയില്ല. ഡൽഹിയിലൊന്നും CPM-ന് ഒരു സ്ഥാനാർത്ഥി ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും കണ്ടസ്റ്റ് ചെയ്യാനില്ല. അതാണ് ഇപ്പൊ 2 സീറ്റിൽ നിന്ന് 303 എന്ന് പറയുന്ന വലിയ സീറ്റിലേക്ക് ഒരു പാർട്ടിയെ കൊണ്ടെത്തിക്കണമെന്നതിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചരട് എന്ന് പറയപ്പെടുന്നത് RSS എന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയാണ്. RSS-ന്റെ ആ കേഡർ സ്വഭാവത്തിനെ മാറ്റിമറിക്കാൻ ഇന്ന് വരെ മറ്റൊരു കേഡർ പാർട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല. CPM എന്ന് പറയപ്പെടുന്ന കേഡർ പാർട്ടിയൊക്കെ തന്നെ. പക്ഷേ അതിനുള്ള കാര്യം വെച്ചാൽ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എന്ന് CPM ഇറങ്ങിയോ അന്ന് മുതൽ പാർലമെന്ററി ജനാധിപത്യത്തിന് അധികാര കൊതിയന്മാരായി CPM മാറുന്ന കാഴ്ചയാണ്. അതിന് ഏറ്റവും ഉദാഹരണമല്ലേ ഒരു പാർട്ടി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനും സംവിധാന മന്ത്രിസഭ എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനും മുഖ്യമന്ത്രി മാറി. പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം പോലും എടുക്കുന്നത് അത്രേ ഉള്ളൂ. അതായത് പിണറായി വിജയൻ എന്തെങ്കിലും മൊഴിഞ്ഞാൽ മാത്രമാണ് അത് പാർട്ടിക്കകത്തേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒന്നും സീതാറാം യെച്ചൂരിക്കൊന്നും വാക്കുകളില്ല. അപ്പോൾ അതുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എപ്പോഴാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു ചെല്ലപ്പെടുന്നത്, അധികാര കൊതിയന്മാരായി മാറുന്നത്. EMS വരെ പറഞ്ഞിട്ടുള്ള എന്താണ്, നമുക്കിതിനകത്ത് അധികാരം വേണ്ട, നമ്മളിതിൻ്റെ ഏതെങ്കിലും ഓരം പറ്റിപ്പോയാൽ മതി എന്ന് പറഞ്ഞിരുന്ന താത്വികാവലോകനം നടത്തിയിരുന്ന കാർൾ മാർക്സിൻ സിദ്ധാന്തം കൈക്കൊണ്ടിരുന്ന ആ ആചാര്യന്മാർ പോലും അവസാനം എന്തായി? 57 തെരഞ്ഞെടുപ്പിലോടുകൂടി ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി പദം എന്നുള്ളത് സ്വന്തം കൈകളിലേക്ക് എത്തണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരിക്കില്ലേ? അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടല്ലേ EMS മുഖ്യമന്ത്രി ആകേണ്ടി വന്നത്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്കാത്തത് എന്താ അല്ലേ? ആ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് അധികാര കൊതിയിലേക്ക് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് CPM എത്തിയപ്പോൾ CPM എന്ന് പറയപ്പെടുന്ന കേഡർ സംവിധാനം തകർന്നു. അവിടെയാണ് RSS-ന്റെ പ്രസക്തി എന്ന് പറയപ്പെടുന്നത്. RSS 40കളിൽ മുതൽ ഇങ്ങോട്ട് ഒരു സംവിധാനത്തിനെ ചെത്തി മിനുക്കിയെടുക്കുകയായിരുന്നു. ആ സംവിധാനമാണ് നമ്മൾ ഈ 2014 മുതൽ കണ്ടു തുടങ്ങുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ഒരു സംവിധാനമായിട്ട് വളർന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുന്നതും RSS ആണ്. ആ കേഡർ സംവിധാനം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, അതിനോടൊപ്പം സഞ്ചരിച്ചുള്ള അനുഭവ പാരമ്പര്യമുള്ള അത്തരത്തിലുള്ള നേതാവ് എന്ന് പറയപ്പെടുന്നത് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഒരു ആൾ നല്ലത് ചെയ്താൽ
അവിടെ നമ്മളിതിരുന്ന് സംസാരിക്കുമ്പോൾ നാളെ കുറച്ച് പേർ അതിന് താഴെ കമൻറ്റ് ചെയ്യും ഇവർ നരേന്ദ്രമോദിയെയും രാജീവ് ചന്ദ്രശേഖരനെയും വിജയിപ്പിക്കുവാൻ വേണ്ടി അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ഉള്ള രാഷ്ട്രീയമുണ്ട്, പക്ഷെ അവിടെ നിൽക്കുമ്പോഴും നല്ലതെന്ന് പറയാൻ കഴിയും. 2014 മുതൽ ഇന്ത്യക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ RSS ഉണ്ട്. അതിനെ നയിക്കാൻ പോകുന്ന നരേന്ദ്രമോദിക്ക് RSSൻ്റെ പിൻബലമുണ്ട് എന്നുള്ളത്. ഞാൻ അതുപോലെ തന്നെ ആദ്യം പറഞ്ഞത് BJP എന്ന് പറയുന്ന അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടികൾ അഴിമതിക്കാരുണ്ട്, അവരെ തുളച്ചു നീക്കുന്നു. അവർ ഒരു പ്രാവശ്യത്തിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 125ഓളം വരുന്ന MP-മാരെ അടക്കം മാറ്റിയിട്ട് പുതിയ MP-മാരെ കയറ്റാൻ കരുത്തുള്ള ഏതൊരു പ്രസ്ഥാനമുണ്ട്? BJP പോലെ അല്ലാതെ. അതിന് കഴിയുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് കേഡർ സംവിധാനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പാരമ്യം എന്ന് പറയപ്പെടുന്നത്. കാരണം അവർ അത്രയും ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നോക്കി വന്നത് മീനാക്ഷി ലേയ്ക്ക് പോലും ഈ പറയുന്ന പോലെ സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ചിലപ്പോൾ ഉയർന്നു വരാൻ ഇത്രയും സാധ്യത അല്ലേ. അപ്പോൾ അങ്ങനെ BJPയുടെ ഒരു മേഖല എന്ന് പറയപ്പെടുന്നത് ഈ RS എന്ന് പറയപ്പെടുന്ന കേഡർ സംവിധാനത്തിനുള്ളിലായതുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് BJP എന്ന് പറയപ്പെടുന്നത് വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. ശ്രീ പറഞ്ഞു നിർത്തിയതുപോലെ അതിനകത്ത് അവരുടെ വളർച്ച തോറ്റു വളർച്ചയിലേക്ക് എത്തിയവരാണ് BJP എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോക്കുമ്പോഴും ജയിക്കാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാധ്യതകളിലേക്ക് 2014 മുതൽ 2024 വരെ കേന്ദ്രം ഭരിക്കുകയും ഇന്ത്യ മഹാരാജ്യം ഭരിക്കുകയും ചെയ്യുന്ന BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരുകൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു 5ാമത്തെ വട്ടം ഏപ്രിൽ 15 കൂടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഈ വരവ് എന്തിൻ്റെ ഉദ്ദേശമാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ. അങ്ങനെ നരേന്ദ്രമോദി അങ്ങനെ എപ്പോഴും വരുന്ന ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ അദ്ദേഹം സന്ദർശനം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്നാണ് ശ്രീ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിച്ചില്ലെങ്കിലും BJP സംബന്ധിച്ചിടത്തോളം സേഫ് സോണിൽ തന്നെയാണ് BJP. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും BJPയെ സംബന്ധിച്ച് ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിൽ CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒക്കെ നിർണായകമാണ്. എന്തെങ്കിലും സീറ്റ് രണ്ട് പാർട്ടിക്കും കിട്ടുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴും കേരളത്തിൽ മാത്രമേ മാറ്റം ആഗ്രഹിക്കാത്ത ഒരു പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അരിവാൾ ചുറ്റിയെ കണ്ടാൽ അരിവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുള്ള കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന നമ്മൾ പറയും ജനാധിപത്യ പ്രക്രിയയാണ്, ജനാധിപത്യമാണ് എന്നൊക്കെ പറയുമെങ്കിലും വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മുടെ കേരളത്തിലുള്ളവരെന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു സംശയം, മറ്റ് രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഫലിക്കുമ്പോൾ കേരളത്തിൽ മാത്രം അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം. അതെന്താ അറിയാമോ, ശ്രീ പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നത്. പക്ഷേ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ വാചകങ്ങൾ തന്നെ ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊരു പാർട്ടി ഒരു കേഡർ സംവിധാനം ഉപയോഗിച്ചത് എത്രയോ വർഷങ്ങളാണ്. മനസ്സിലായില്ലേ? ഏകദേശം 84ഓളം വർഷം അതിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു പാരമ്പര്യമുള്ള പാർട്ടി. അപ്പോൾ ആ പാർട്ടിക്ക് ഇത്ര വർഷം കഴിയുമ്പോഴാണ് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയാണ് കേരളം പോലൊരു സംസ്ഥാനം ഇത്രയും കാലാകാലങ്ങളായി പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന ഒരു സംവിധാനത്തിനെ മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ശ്രമിക്കേണ്ടി വരും. ആ ഒരു ക്ഷമ എന്ന് പറയപ്പെടുന്നത് എൻ്റെ ഒരു വിശ്വാസത്തിൽ 2029 തീർച്ചയായും 2029 എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കേരള സംസ്ഥാനത്തിൽ ഭരിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഈ 2024 കഴിയുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. തീർച്ചയായും പല പാർട്ടികളും പോലും എന്തിന് ഞാൻ ഇവിടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കുറിച്ചാണ് പറയാനെങ്കിലും ഒന്ന് പശ്ചിമ ബംഗാൾ വരെ പോയിട്ട് വരാം. കാരണം പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ഒരു റാലി നടക്കുന്നു. ആ റാലിയിൽ വിളിച്ച മുദ്രാവാക്യം അല്ലാഹു അക്ബർ എന്നാണ്. ഈ അല്ലാഹു അക്ബർ എന്ന് പറയപ്പെടുന്ന മുദ്രാവാക്യം വിളിച്ചു പോകുന്ന മുസ്ലിം സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അവർ ആർക്കു വേണ്ടിയായിട്ട് വിളിച്ചത്? BJPയോടൊപ്പം ചെയ്തിട്ടാണ്. BJPയുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തി BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു അക്ബർ വിളിച്ചെത്തപ്പെടുന്ന മുസ്ലിം സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങ് പശ്ചിമ ബംഗാളിൽ. ഇങ്ങിവിടെ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന സംഘടന മാറ്റം കൊതിക്കുന്നു. ഞാൻ തന്നെ ചില വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഉദാഹരണം സഹിതം നമ്മൾ കൊടുത്തിട്ടുള്ള വാർത്തകൾ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. UDF-നോടൊപ്പം നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവർക്കും ഈ അധികാരം ഒരു പ്രശ്നം തന്നെയാണ് എന്ന് മാത്രമല്ല, പക്ഷേ ചില മേഖലകളിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രശ്നങ്ങൾ UDF ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളോട് അവർ മുഖം തിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അവർക്കവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ എന്തായാലും UDF-ൽ നിന്ന് LDF-ലേക്ക് പോകാൻ അവർ തയ്യാറുമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം NDAയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു. അവിടെയാണ് അവർ NDAയുടെ ഘടകകക്ഷിയാകുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് മറ്റൊന്നും കൊണ്ടല്ല, BJPയുടെ ഒരു മതേതര മുഖമുണ്ട്. BJPയെ വർഗീയവാദികളെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ ചിത്രീകരിക്കുന്നവർക്കുള്ളൊരു മറുപടിയായിരിക്കും
മുസ്ലിം ലീഗിൻ്റെ വരവ്. അതാണ് ഞാൻ പറയുന്നത് 2029 എന്ന് പറയപ്പെടുന്നത് വളരെ പ്രത്യേകതകളുള്ളത് ഒരു ഘട്ടമായിരിക്കും. അവിടെ സംഭവിക്കാൻ പോകുന്നത് BJPയിലേക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ എത്തുന്നതായിരിക്കും. അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കേരളം ഭരിക്കാൻ പോകുന്നത് BJPയുടെ മുഖ്യമന്ത്രിയായിരിക്കും. അങ്ങനെയുള്ളൊരു ഘട്ടമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളതെന്നാണ് എനിക്ക്. നമ്മൾ കേരളത്തിൽ പല രീതിയിൽ ഈ മതേതരത്വം അതുപോലെ തന്നെ വർഗീയവാദമാണ് BJPക്കുള്ളത്, വർഗീയവാദികളാണ് BJPക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ഷാനവാസ് ഹുസൈൻ അടക്കമുള്ളവർ APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയത്, അപ്പോൾ അങ്ങനെ എവിടെ നോക്കിയാലും BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് നോക്കിയാലോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാലോ പുറത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നു. അവിടെ വന്നിട്ടുള്ള ഒരാൾ പോലും ഞങ്ങൾക്ക് ജാതി കൊണ്ടൊരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ മതം കൊണ്ടൊരു പ്രശ്നം, ഇപ്പോൾ സവർണരാണ് എന്ന് പലപ്പോഴും പറയും. BJPയുടെ നേതൃത്വത്തിൽ സവർണർ വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ പറഞ്ഞു വെക്കുമ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ BJPക്കാരെന്തോ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അവർ വർഗീയത ഉണ്ടാക്കുന്നവരാണ്. അവർ കഴിഞ്ഞ ദിവസം ഒരാളോട് വോട്ടിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ച് പോകുന്ന കൂട്ടത്തിൽ ചിലപ്പോഴെങ്കിലും ആരെങ്കിലും ജയിക്കുന്നു, കേരളത്തിൽ അവർ BJP വന്നാൽ ഇവിടെ ലോകമില്ലാതാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. എവിടുന്നോ പറഞ്ഞു കൊടുക്കുന്ന ക്യാപ്സൂളുകൾ അതേപടി അങ്ങ് പറയും. ഞാനിപ്പോൾ നമുക്ക് സ്വാഭാവികമായി കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരണം നടത്തിക്കൊണ്ട് BJP പോകുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായിട്ടില്ല, യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോഴും പറയുന്നത് മണിപ്പൂരിനെ നോക്കണം, മണിപ്പൂരിലെ 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തെ അത് BJPക്ക് എതിരായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൽ ചില സഭകളോ ചില ക്രിസ്ത്യൻ നേതാക്കന്മാരോ ഒന്നും തന്നെ വീണിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളിലും യഥാർത്ഥം നമ്മുടെ മുന്നിൽ, നമ്മുടെ കൺമുമ്പിൽ തിരുവനന്തപുരത്ത് നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടി IS-ലേക്ക് പോയി പെൺകുട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ കേരള സ്റ്റോറി തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇനി മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നോക്കിയാൽ പാലക്കാട് നിന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ IS-ൽ പോയി മരിക്കുമ്പോഴാണ് IS-ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നത്. സിദ്ദിഖാപ്പനെ പോലുള്ള ഒരാൾക്ക് വേണ്ടി ഇവിടെ തെരുവിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൺമുമ്പിൽ നിരവധി സംഭവങ്ങൾ, സോണിയ സെബാസ്റ്റ്യൻ, അപ്പോൾ നിരവധി സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ കാസ പോലുള്ള സംഘടനകൾ ഉണ്ടായതുപോലും കാസയുടെ സ്ഥാപക നേതാക്കളുടെ ഒരാളായ രഞ്ജിത്ത് അടക്കമുള്ളവർ കാസയെക്കുറിച്ച് പറയുന്നത് അയാളുടെ മകൾക്ക് നേരിട്ട് അനുഭവത്തിൽ നിന്നാണ് അയാൾ കാസ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഇങ്ങനെ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അതില്ല എന്ന് പറയുകയോ അല്ലെ അത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റാണെന്ന് പ്രചരിപ്പിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലൊരു ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നറേറ്റീവുകൾ പലപ്പോഴും ഇപ്പോൾ പൊളിയുന്നു. അതായത് BJPയിലേക്ക് ക്രിസ്ത്യൻസോ മുസ്ലിംസോ വരില്ല എന്ന വാദം ഇവിടെ പൊളിയുന്നുണ്ട്. അവിടെയാണ് പല നേതാക്കന്മാരും അതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ നിരവധി മുസ്ലിം സ്ത്രീകൾ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന നിരവധി മുസ്ലിം സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനൊക്കെ വിമുഖതയുള്ളവരാണ്. പക്ഷേ എത്ര ഭംഗിയായി നമ്മളെക്കാൾ ഏറെയായി നമ്മൾ നോക്കുമ്പോൾ സാധാരണ സ്ത്രീകളെ, ഇപ്പോൾ രാഷ്ട്രീയം പറയാൻ അറിയുന്ന സ്ത്രീകളെക്കാൾ ഏറെയായി രാഷ്ട്രീയം സംസാരിക്കുന്ന നിരവധി പേരെ കാണാം. അതൊക്കെ BJPക്ക് അനുകൂലമായി തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ BJPക്ക് ഒരു മാറ്റം, BJP എന്തൊക്കെ പറയുമ്പോഴും കേരളത്തിൽ സംപൂജ്യരാകുമെന്നോ അല്ലെങ്കിൽ BJP തോറ്റു തുന്നം പാടുമെന്നോ ഒക്കെ ഇപ്പോഴും പല നേതാക്കന്മാർ ഒരു സീറ്റും കിട്ടില്ലെന്നോ ബാങ്കുകളിലെ അക്കൗണ്ട് തുറക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും BJPയിൽ ക്രമാനുഗതമായ BJPയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ക്രമാനുഗതമായ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം ഇന്നല്ലെങ്കിൽ നാളെ വോട്ടാവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. അതെ, വോട്ട് ഷെയർ കൂടുന്നതിൻ്റെ വലിയ ഒരു ഘട്ടത്തിലാണ് BJP. അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ, എനിക്കൊന്ന് ദക്ഷിണാന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ചാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലും തെലങ്കാനയിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും ഇപ്രാവശ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലുള്ള സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്താണ് തിരുവനന്തപുരം. അപ്പോൾ ആ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകളെന്ന് പറയപ്പെടുന്നത് BJPക്ക് മങ്ങിയിട്ടില്ല. അത് കുറച്ചുകൂടെ വളരെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 2ാം ഘട്ടത്തിലെയും 3ാം ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പ് ശേഷം നമുക്ക് എന്തെങ്കിലും പറയാം. പക്ഷേ എങ്കിൽ പോലും 1ാം ഘട്ടത്തിലെ വിജയി രാജീവ് ചന്ദ്രശേഖറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം. കാരണം പന്ന്യൻ രവീന്ദ്രൻ എന്ന ജനകീയ നേതാവിൻ്റെ ജനകീയതയും അതുപോലെ തന്നെ ശശി തരൂർ എന്ന നേതാവിൻ്റെ കോൺഫിഡൻസും ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതിലുപരി ഒരു ജനകീയ മുഖമാകാനും കോൺഫിഡൻസ് ഉള്ളൊരു രാഷ്ട്രീയക്കാരനാകാനും ജനങ്ങൾക്ക് കോൺഫിഡൻസ് നൽകാനും അദ്ദേഹത്തിന് കഴിയും. ഇതിനകത്ത് ഇനിയും നമ്മൾ അതിനകത്ത് ഇനിയും ചകഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും ചില കാര്യങ്ങളുണ്ട്. NSSൻ്റെ അടക്കമുള്ള പിന്തുണ, ജാതീയ മത സാമുദായിക സംഘടനകളുടെ പിന്തുണ, ഈ സാമുദായിക സംഘടനകളടക്കമുള്ളവർക്ക് പിന്തുണ നൽകുമ്പോഴും പക്ഷേ എല്ലാവരും അങ്ങനെ ഈ പിന്തുണയിൽ നിൽക്കുമോ?
എന്നൊരു ചോദ്യമുണ്ട്. കാരണം SNDP പറയുന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കുന്ന SNDPക്കാരുണ്ടോ, സുകുമാരൻ നായർ പറയുന്നത് പോലെ കേൾക്കുന്ന NSSകാരുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. ഇപ്പം NSS പറയുന്നത് യഥാർത്ഥ നായരായിരുന്നു ചോദിച്ചാൽ ശശി തരൂരാണ് നായരെന്ന് പറയപ്പെടുന്നുണ്ട്. പകരം രാജീവ് ചന്ദ്രശേഖരും അതേ ജാതിയാണെങ്കിൽ കൂടിയും ആ നായരെ തള്ളി പറയുന്ന ഒരു സമീപനം ഈ തിരുവനന്തപുരത്ത് നിന്നപ്പോൾ പക്ഷേ ഈയിടെ അത് മനസ്സിലാക്കാൻ സാധിച്ച മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സൃഷ്ടിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. കാരണം ശശി തരൂർ വന്നപ്പോൾ ശശി തരൂർ നേരിട്ട് പോയി അവിടെ ഇരുന്ന് സംസാരിച്ചു പോവുകയും രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ സുകുമാരൻ നായർ എണ്ണീറ്റ് പോയി അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് വേദിയിലെത്തുകയും ചെയ്തിരുന്നു എന്നാണ് അവിടെ കണ്ടു നിന്ന കാഴ്ചക്കാരിൽ ചിലരെങ്കിലും പറയുന്നത്. അത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് അസൽ നായർ എന്ന പ്രയോഗം അല്ല എന്നൊക്കെയാണ്. അസൽ നായർ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഡൽഹി നായർ എന്ന് പറഞ്ഞ ആളാണ്. അതെ 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 സുകുമാരൻ നായർ ഡൽഹി നായരെന്ന് ശശി തരൂരിനെ പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥ നായർ എന്ന് പറയുന്നത്. എന്തായാലും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ബാക്കിയുള്ള പല സംഘടനകളുടെയും വലിയ പിന്തുണ പക്ഷേ BJPക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. KPMS അടക്കമുള്ള ശശി തരൂർ പരാജയം ഏതാണ്ട് ഉറപ്പിച്ച പോലെ ഒരു ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് രാജീവ് ചന്ദ്രശേഖരെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനെ പോലെ ഒരു വ്യക്തിപരമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നില്ല. ഈയിടെ ശശി തരൂർ പറഞ്ഞത് മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ചില മതമേലധ്യക്ഷന്മാരെയും ഒക്കെ പണം കൊടുത്ത് രാജീവ് ചന്ദ്രശേഖർ സ്വാധീനിക്കുന്നു എന്നുള്ള. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 15 വർഷമായി ഈ മതമേലധ്യക്ഷന്മാരൊക്കെ ശശി തരൂരിൽ നിന്ന് പണം വാങ്ങിയിരുന്നോ എന്ന ചോദ്യം പ്രസക്തമല്ലേ യഥാർത്ഥത്തിൽ? കാരണം ശശി തരൂരിന് പണം കൊടുത്താൽ മറിയുന്നവരാണ് ഈ മതമേലധ്യക്ഷന്മാരെന്ന തോന്നൽ ഉണ്ടാവണമെങ്കിൽ ശശി തരൂർ ആ നടപടി ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? രാജീവ് ചന്ദ്രശേഖർ അതിനെതിരെ നിയമപരമായി നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ 15 കൊല്ലമായി MP ആയിരുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ജനങ്ങൾക്കും അപ്രോച്ചബിൾ അല്ലാത്ത ഒരാളായി MP മാറുന്നുണ്ടെങ്കിൽ അത് MP യുടെ പരാജയമാണ്. അതായത് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത് അദ്ദേഹത്തിന് വലിയ പണക്കാരുടെ കമ്പനികളിൽ മാത്രമാണ് അദ്ദേഹം അപ്രോച്ചബിൾ ആകുന്നത് എന്നുള്ളതാണ്. മറ്റുള്ള സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരനായ ഒരാൾക്ക് ശശി തരൂരിനെ കാണാൻ പോലും കഴിയില്ല എന്ന ഗുരുതര ആരോപണം പല ഘട്ടങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പോയവർ പറയുന്നു. നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ MP മാരും അല്ലെങ്കിൽ MLA മാരും ജനപ്രതിനിധികളും മനസ്സിലാക്കേണ്ടത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് എല്ലാ ജനപ്രതിനിധികളും. അപ്പോൾ ആ ജനപ്രതിനിധികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവൻ പാവപ്പെട്ടവർക്കാണ്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളുള്ള അവർക്കാണ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനൊന്ന് നിന്ന് കൊടുക്കുക. പക്ഷെ അവിടെയാണ് കണക്ക് പുറത്ത് ഓടി മാറി നിൽക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നേതാക്കൾ ഉണ്ടെങ്കിൽ ആ നേതാക്കളോടൊപ്പം നിൽക്കാൻ ജനങ്ങളുണ്ടാകും. ഇപ്പോൾ 15 വർഷക്കാലം കഴിഞ്ഞ മൂന്ന് ടേമിലായിട്ട് ഇവിടെ ഹാട്രിക് അടിച്ച് നിന്ന ശശി തരൂരിനെ ആദ്യത്തെ വട്ടം ഒരു പുതിയ താരം ഉദയിക്കുന്നു, അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു പരീക്ഷ. ആ പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്തത് എത്തപ്പെടുമ്പോൾ വലിയ ടൈറ്റ് ഫൈറ്റിലേക്ക് എത്തപ്പെടുന്നു. ആ ടൈറ്റ് ഫൈറ്റിലും അദ്ദേഹം വോട്ട് വളരെയധികം കുറഞ്ഞിട്ടാണ് ജയിക്കുന്നത്. അതെ, മൂന്നാം ഘട്ടത്തിലാണെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മൂന്നാം ഘട്ടത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കുന്ന ഒരു കാലഘട്ടം എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മതമേലധ്യക്ഷന്മാർക്ക് പണം നൽകിയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തോ പണം നൽകിയിട്ടാണോ ഇദ്ദേഹം എന്തായാലും മൂന്നാം ഘട്ടത്തിൽ 2009 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2014 തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ശശി തരൂർ വിജയിച്ചിട്ടുള്ളത് വോട്ട് പറിച്ചിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവിടെ 3ാം സ്ഥാനത്തേക്കാണ് CPIയുടെ സ്ഥാനാർത്ഥി എത്തുന്നത്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കൃത്യമായ വോട്ട് പിടിച്ചപ്പോൾ 3 ലക്ഷത്തിന് മുകളിലേക്ക് വരാത്ത വോട്ടുകൾ അടുത്ത ഘട്ടത്തിൽ 4 ലക്ഷത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും 15,000 ചിൽവാനം എന്ന നമ്മുടെ രാജഗോപാലിൻ്റെ വോട്ട് പെർസെൻറ്റേജിൽ ഉണ്ടായ കൂടുതൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കരുത്. അതേപോലെ തന്നെ കുമ്മനം രാജശേഖരൻ അതേ ഇമേജുമായി വരുമ്പോൾ അത് പ്രതിഫലിക്കരുത്, ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന ഒരൊറ്റ വാശിയുടെ പുറത്ത് ചെയ്ത അവിടെ ഒരു കാര്യമുണ്ട്. ഈ 2,72,000 വോട്ടിൽ നിന്ന് 3,16,000 കുതിക്കുകയാണ് കുമ്മനം രാജശേഖരൻ. അതെ, അത്ര വോട്ട് കൂട്ടിയിട്ടും അദ്ദേഹം തോൽക്കുന്നു. കാരണം അവിടെ 4,16,000 വോട്ടിലേക്ക് ഈ ശശി തരൂർ ഉയരുകയാണ്. അപ്പോൾ അത് മറിച്ച വോട്ടോടെയാണ് 3ാം സ്ഥാനത്തേക്ക് പോയ 12 വോട്ടുകളാണ് അല്ലേ, ആ വോട്ടുകളാണ് മറിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുതിയ ഒരു കാലഘട്ടത്തിൽ വോട്ട് മറിച്ച് BJPയെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഇത്തവണ CPM വോട്ട് മറിച്ചോ കോൺഗ്രസ് വോട്ട് മറിച്ച് CPMനോ ചെയ്തില്ലെങ്കിൽ ചരിത്രം വേറൊന്നായി മാറും. അത് വേറെ ഇപ്പൊ മറ്റൊരു ചിന്തയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് എത്തപ്പെടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ശ്രീ പറഞ്ഞ പോലെ അവസാനത്തേക്ക് എത്തപ്പെടുമ്പോൾ വോട്ട് മറിക്കൽ ഉണ്ടാകാം. വോട്ട് മറിച്ചാലും ഇവരിപ്പോൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചാലും
CPM വിജയിച്ചാലും ഇവരിവിടുന്ന് നേരെ ഡൽഹിയിൽ പോയാൽ ഒരാൾക്ക് മാത്രമാണല്ലോ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയപ്പെടും. അല്ലെങ്കിൽ അവർ രണ്ടും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വരെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് വീണ്ടും അവർക്ക് പ്രതീക്ഷ ഉണ്ടാകും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വലിയ പ്രതീക്ഷയാണ്. പക്ഷെ അതൊക്കെ പോയി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഏകദേശം ഒരു 370 സീറ്റുകളോടായിരിക്കും അദ്ദേഹം അധികാരത്തിൽ എത്തുക എന്നൊരു ഒരു സ്ഥിതിവിശേഷം സാധാരണ ജനങ്ങൾ വരെ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ സാധാരണ ജനങ്ങൾ വരെ ഇനി ചിന്തിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ നമ്മൾ എന്തിനാണ് ജയിപ്പിക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെ ജയിപ്പിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ടൊന്നും കിട്ടാനില്ല. അപ്പോൾ ജയിച്ച് മന്ത്രിസഭയിലുള്ള ഒരു പാർട്ടിയുടെ നേതാവിനെ പറഞ്ഞയച്ചാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും വികസനങ്ങളുള്ളൂ. ജനങ്ങൾക്ക് ആവശ്യം വികസനമാണ്. അപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരിനി വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ചുകൂടി ചിന്തിച്ചിട്ടായിരിക്കും അവരുടെ സമ്മതിദാന അവകാശം അവർ വിനിയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ അവർ വോട്ട് എന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് പോലുള്ള ഏത് കണ്ടാലും കുത്തുക, കൈപ്പത്തി കണ്ടാലോ അരിവാൾ ചുറ്റി കണ്ടാലോ താമര കണ്ടോ അങ്ങനെയല്ല, കുറച്ചുകൂടി ചിന്തിച്ചതിന് ശേഷം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കും പ്രാവശ്യം ചെയ്യുക. അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ അനന്ത സാധ്യതകളാണ് BJPക്ക് തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ എത്തുന്നു. അതാണ് 2024 കഴിയില്ല. അല്ല, ഒരാൾക്കും കഴിയില്ല. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ജനങ്ങൾ എത്തുന്നു. എല്ലായിടത്തും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു എത്തലുണ്ടാകുമ്പോൾ ഒബിയസ്ലി ഇവിടെയും അത്തരത്തിലുണ്ടാകുന്നു. തിരുവനന്തപുരത്തിന് അങ്ങനെയാണെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്നതായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും അദ്ദേഹമായിരിക്കും വിജയിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ശശി തരൂരിന് മടങ്ങേണ്ടി വരും, രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മടങ്ങേണ്ടി വരുന്ന. BJPയിലേക്ക് പോകാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അവിടെയും പരാജയപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ അതിലൊക്കെ പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഇവിടെ നിന്ന് മത്സരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതും അദ്ദേഹത്തിന് ഇങ്ങനൊരു കരുത്തനായ സ്ഥാനാർത്ഥിയെ ലഭിക്കുന്നതും. ഇപ്പോൾ കരുത്തൊക്കെ ചോർന്നു പോയിട്ട് ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടിട്ടാണ് ശശി തരൂർ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി രണ്ടാം ഘട്ടമുണ്ട്, മൂന്നാം ഘട്ടമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിലെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ജനകീയനാകാനും മണ്ഡലത്തിൽ സമഗ്ര വികസനത്തിന് ഉതകുന്ന രീതിയിലേക്ക് പറ്റുന്ന ഒരു MP സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് മാറാനും രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ സംവാദ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഒരു നിയോജക മണ്ഡലമായി അടുത്ത ദിവസം.